ഇനിയിപ്പോ തൊടും അവിടെ നീയല്ലോ ഇങ്ങനെ തൊട്ടേ ആചാരപ്പെട്ടിട്ട് ആചാരപ്പെടുത്തിട്ട് നോക്കുമ്പോ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇത് നമ്മുടെ പാമ്പുരുത്തി ശ്രീകുറുമ്പ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവമാണ്. ഈ വർഷം 2024 8, 9, 10, 11 തീയതികളിൽ നടത്തപ്പെടുന്ന പാമ്പുരുത്തിയിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം ഗംഭീരമായിട്ട് നടത്താനാണ് മുഴുവൻ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിൽ ഭക്തിപൂർവ്വം എത്തിച്ചേരണമെന്ന് വണക്കമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ കുടികൊള്ളുന്നത് ലോകമാതാവാണ്. ദാരികനെ വധിച്ച മാതാവാണ് ഈ കുടികൊള്ളുന്നത്. കൊടുങ്ങല്ലൂർ അമ്മ കഴിഞ്ഞ രണ്ടാമത്തെ സ്ഥാനമാണ് ഇവിടെ ഈ പാമ്പുരുത്തി ശ്രീകുറുമ്പ. 4 ഭാഗവും ചുറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് ഈ മാതാവ് കുടികൊള്ളുന്നത്. ഇവിടെ വിളിച്ച വെളിപ്പുറത്താണ് ഈ മാതാവ്. ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തണമെന്ന് അമ്മയുടെ നാമത്തിൽ. പിന്നെ എത്ര വർഷത്തിന് ശേഷം ഇപ്രാവശ്യം നമ്മുടെ തീച്ചാമണ്ടി കൂടി വിഷ്ണുമൂർത്തിൻ്റെ ഒറ്റക്കോലം തീച്ചാമണ്ടിയും കൂടിയുണ്ട്. ഇവിടെ തെയ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രീകുറുമ്പ ഇളയവര് മൂത്തവര്, രണ്ടാമത് ഈ കാണുന്ന പള്ളിയറയിൽ വലിയ തമ്പുരാട്ടി പുതിയ ഭഗവതിന് ശേഷം ഭദ്രകാളിയായി മാറും. അവിടെ കുടികൊള്ളുന്ന വീരൻ വീരാളി ആയിട്ട് മാറും. അത് ഈ ക്ഷേത്രത്തിലെ അത് മാറ്റമായിട്ടുള്ളത്. അതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത ഈ 4 ഭാഗം ചുറ്റപ്പെട്ട പുഴേൻ്റെ അടുത്തുള്ളത് ഈ ക്ഷേത്രം മാത്രമേ പുതിയ ഭഗവതിൻ്റെ ഉള്ളൂ. ബാക്കിയെല്ലാം പതികെട്ടി കഴിക്കുന്ന ഇതാണ്. ഗുളികനില്ല, കണ്ഠകർണനുണ്ട്, പിന്നെ വിഷ്ണുമൂർത്തി ഉണ്ട്, അത് തീച്ചാമണ്ടിയും കൂടിയാണ്. പിന്നെ ദണ്ഡൻ ദൈവമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇല്ല, പിന്നെന്ന് പറഞ്ഞാൽ ഇല്ലില്ല. ഞാൻ ഓരോ ദൈവത്തിന്റെ ഇവിടെ ഉള്ളത് പറയാം. പിന്നെ ഉള്ളത് നാഗങ്ങള് ശ്രേഷ്ഠമായ ഇല്ല, പാമ്പമ്മേക്കാട്ടിൽ നിന്ന് വന്ന പ്രതിഷ്ഠയാണ് നാഗം. നാഗരാജാവ്, നാഗകന്യക, നാഗയക്ഷിയമ്മ, നാഗസ്ഥാനം. അത് മാത്രമല്ല ഇവിടെ പ്രത്യേകത 2 നാഗമുണ്ട്. ഒന്ന് കുഴിനാഗം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ തൊട്ടടുത്ത് പൂരക്കടവിലുണ്ട്. അവിടെ പൂരം കുളി അവിടെ വെച്ചിട്ടാണ് നടത്താറുള്ളത്. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു ദ്വീപിൽ 4 ഭാഗവും ചുറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് ഈ മാതാവ് കുടികൊള്ളുന്നത്. ഇപ്രാവശ്യത്തെ കളിയാട്ട മഹോത്സവം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ കലശത്തട്ട് കൂടി ഘോഷയാത്രയും ശിങ്കാരിമോളത്തോടുകൂടി നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ ഭക്തിപൂർവം ഇവിടെ സമർപ്പണമായിട്ട് കലശത്തട്ടും ശിങ്കാരിമേളങ്ങളും വെടിക്കെട്ടുകളും തീച്ചാമണ്ടിയും എല്ലാം ഈ വർഷത്തെ ഈ പാമ്പുരുത്തിക്കാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിഗംഭീരമായ. ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരന്മാരാണ് സഹായത്തിന് എല്ലാവരും ഒരു അമ്മയുടെ മക്കളായിട്ട് ഒരു മരത്തിന്റെ ശിലകളായിട്ട് ഇവിടെ ജാതിഭേദമില്ലാതെ ഇവിടെ എല്ലാത്തിനും ഒരു മനസ്സായിട്ട് എല്ലാവരും അവര് ഒരു മനസ്സായിട്ട് ഈ മാതാവിന്റെ അനുഗ്രഹം ചൊരിയാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ശക്തി അങ്ങനെയാണ്. വിളിച്ചാൽ വെളിപ്പുറത്താണ് ഈ മാതാവ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടെ പുഴയിൽ വെള്ളം കയറിയപ്പോ അങ്ങനെ ഒരു കഥയെ പറഞ്ഞില്ലേ, പുഴയിൽ വെള്ളം ഇപ്പൊ പ്രളയം വന്നപ്പോ എല്ലാവരും ഇവിടുന്ന് പോയി. ഈ ദ്വീപിൽ നിന്ന് പോയിട്ടും അമ്മയുടെ കുടിയിരിക്കുന്ന 2 ആസനങ്ങളുണ്ട്, പീഠം. ആ പീഠം ആ വെച്ച സ്ഥാനത്ത് നിന്ന് അനങ്ങിയിട്ടില്ല, 1 ഇഞ്ച് പോലും അവിടെ വെച്ചെടുക്കുന്ന അനങ്ങിയിട്ടില്ല. ഇവിടെ ഉള്ള 2500 കുടുംബങ്ങളും മാറി താമസിച്ചിട്ടും അതുപോലെ ശ്രീകോവിലിന്റെ അകത്ത് കേറണ്ടേ ആ ഇതിലാണ്. അതെന്തോ ആ മാതാവിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നതും ഇവിടെ എത്തിപ്പെടുന്ന ഭക്തന്മാർക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്കുള്ള പഴക്കമുണ്ട്. നമ്മളെ പരമ്പരയൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഉള്ളതാണ്. ലോകമാതാവാണ്, ദാരികനെ വധിച്ച. അതെ അതെ, അങ്ങനെയാണ് ഇതിന്റെ ഐതിഹ്യം പറയുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ തന്ത്രി കാട്ടുമാടം
ഈശാന നമ്പൂതിരിയാണ്. ഇന്ന് ഇവിടെ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കളിയാട്ട മഹോത്സവം തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്നത്തെ കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭണ്ഡാരപ്പുരയിൽ നിന്ന് എഴുന്നള്ളിച്ചു ഇവിടെ അമ്മേനെ കുടിയിരുത്തി പൂജാതി കർമ്മം കഴിഞ്ഞതിന് ശേഷം പുതിയ ഭഗവതിയുടെ കൂടിയാട്ടവും, അതിനുശേഷം നമ്മുടെ ഭക്തജനങ്ങൾ ഒരു കലാപരിപാടി കണ്ണാടിപ്പറമ്പ് ദേശവാസികൾ അവതരിപ്പിക്കുന്ന 2 മണിക്കൂർ ദീർഘമുള്ള ഭക്തിപൂർവ്വമുള്ള കലാപരിപാടികളുണ്ട്. അതുപോലെ കൊച്ചു കുട്ടികളെ നാട്ടിലുള്ള എല്ലാ അമ്മമാരും ഉള്ള തിരുവാതിരയുണ്ട്. അതുപോലെ എല്ലാ നൃത്തങ്ങളും ഇന്ന് അരങ്ങേറുന്നത്. അതുപോലെ എല്ലാ ദിവസവും അന്നദാനം സദ്യമായി 4 ദിവസം അന്നദാനം സദ്യയായിട്ട്, ഒരു ദിവസം അരിപ്പായസവും, ഒരു ദിവസം പ്രഥമനും, ഒരു ദിവസം ഗോതമ്പ് പ്രഥമനും എല്ലാം ഭംഗിയായിട്ട് അമ്മേന്റെ ഒരു അന്നദാനം ഇവിടെ കൊടുക്കും. അതിനെല്ലാവരും ആ അമ്മയുടെ അന്നദാനത്തിൽ വന്നു ചേരുക. ഇത് അന്നദാനം, മഹാദാനം, സർവദാനം പ്രധാനമാണ്. ഇത് അമ്മ മഹാമായിയാണ് ഇവിടെ ഉള്ളത്, ലോകമാതാവ്. പേര് പറയും. എന്റെ പേര് ബാലകൃഷ്ണൻ MP, ഇവിടുത്തെ സെക്രട്ടറിയാണ്. അതെ അതെ. ഇപ്പൊ ഇവിടെ വന്നതാണ്. അതെ പേര് പറ. എന്താ പേര്? അച്ഛത്ത് പറഞ്ഞോ? അല്ല പറഞ്ഞോ. എന്താ പേര്?
ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ പിന്നെ നിങ്ങളെ ഗ്രൂപ്പിന്റെ പേര് പറയുമ്പോ ഗ്രൂപ്പിന്റെ പേര് പ്രൊഫഷണലായിട്ട് പോകുന്നത് തന്നെയാ. എന്നാ ശരി. ഇപ്പൊ ഇവിടുന്ന പരിപാടി അല്ലേ?